ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. For tonight's meditations, let's turn our Bibles to Mark chapter 5 verses 25 to 29. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കും. Let's be with an attitude of prayer before the word of God. ദൈവം തൻ്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. Let the word of God speak to each one of us. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് ദൈവമക്കൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാനായിട്ട് ഓർമ്മിക്കുക. When we hear the word of God, let's open our mouths and praise God and be happy over here. നമ്മളിവിടെ ഈ വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ളൊരു ഭാഗമാണ്. The portion that we read today is a very familiar portion. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ഇതിനു മുൻപ് ശ്രവിച്ചിട്ടുണ്ട്. We have heard a lot of sermons based on this scripture portion before. എന്നാൽ ഇന്ന് രാത്രി ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I want to share with you a few thoughts which God has given me this night. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we learn about the earthly ministry of Jesus Christ, 3.5 വർഷത്തെ തൻ്റെ ശുശ്രൂഷയിൽ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് കർത്താവ് സമയം എടുത്തിട്ടുണ്ട്. and during his 3.5 years of ministry in this world, he took a lot of time to heal people. യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പ്രധാനമായി 2 ഭാഗങ്ങളാണുള്ളത്. The healing ministry of Jesus had 2 important aspects. ഒന്ന്, യേശു ഇരിക്കുന്ന ഇടത്ത് രോഗികൾ വന്ന് പ്രാപിച്ച സൗഖ്യം. The first thing is that where Jesus was, the sick people used to come to him and get the healing. 2, രോഗി ഇരിക്കുന്ന ഇടത്ത് യേശു ചെന്ന് നൽകിയ സൗഖ്യം. And the second aspect is wherein Jesus went to people who were sick and healed them. ഈ 2 ഭാഗങ്ങൾക്കും വളരെ അർത്ഥമുണ്ട് എന്നുള്ള കാര്യം വേദപുസ്തകവുമായി അടുപ്പമുള്ള ദൈവമക്കൾക്കറിയാം. And the people who are very close to the word of God know that there is a lot of importance to these things. ആവശ്യബോധമുള്ളവരാണ് യേശു ഇരിക്കുന്ന ഇടത്ത്, യേശു ഉള്ള ഇടത്ത് എത്തുന്നത്. People who had a need, they went to the place where Jesus was. തനിയെ ചെല്ലാൻ കഴിവില്ലാത്ത ചിലരെ യേശു ഇരുന്ന ഇടത്ത് ആളുകൾ സൗഖ്യത്തിനായി ചുമന്നുകൊണ്ട് ചെന്ന സംഭവവും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. People who couldn't walk and get to Jesus, there were people who carried them to Jesus. അപ്പോൾ യേശു എവിടെ ഇരിക്കുന്നുവോ, എവിടെ ആയിരിക്കുന്നുവോ അവിടെ രോഗി തനിയെ ചെന്നോ, തനിയെ ചെല്ലാൻ കഴിയാത്ത രോഗികളെ കൊണ്ടുചെന്നോ ഉണ്ടായ സൗഖ്യം. There are healings wherein sick people walked and went to Jesus and got the healing, and there are instances wherein people took the sick people and went to Jesus and got the healing. 2-ാം ഭാഗമെന്ന് പറയുന്നത് രോഗിക്ക് തനിയെ ചെല്ലാനും കഴിവില്ല, രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലാനും ആരുമില്ല എന്ന സ്ഥിതിയിലുള്ളവർ. But there are instances wherein the sick couldn't walk and go to Jesus, and there was no circumstance so that someone could take them to Jesus. അങ്ങനെയുള്ള രോഗികളുടെ അടുക്കലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഭാഗം വളരെ സ്പർശിക്കത്തക്ക ഒരു ചിന്തയാണ്. And it's a very touching thing that Jesus went to such people and healed them. വേദപുസ്തകം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഈ പുതിയ നിയമകാലത്ത് നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം
നമ്മൾ അവൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവൻ ഇങ്ങോട്ട് നമ്മുടെ നടുവിൽ വരികയാണ്. The New Testament generation has a Praise promise the that Lord. when we come together, Jesus comes in between us. പ്രതീക്ഷയോടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ആരെയും ഈ രാത്രി കർത്താവ് നിരാശരായി അയക്കത്തില്ല. വിശ്വാസത്തോടെ തിരുവെഴുത്തിന്റെ മുമ്പിൽ നമുക്കായിരിക്കാം. Let's be here with faith, and those whoever have come here with a hope, God won't disappoint them. ഈ വേദഭാഗങ്ങൾ നമുക്ക് വളരെ പരിചയമാണ്. This is a very familiar scripture portion. 12 സംവത്സരമായിട്ട് രോഗിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് പരാമർശം. And here it's talking about a lady who was suffering with from an issue of blood for 12 years. പുതിയ നിയമത്തിൽ രോഗപ്പഴക്കം സംബന്ധിച്ച് ഒന്നിലധികം കണക്കുകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. And we have in Bible it's mentioned multiple times about the years for which the sick person has suffered. 40 വർഷം മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളെ പ്രവൃത്തി പുസ്തകത്തിൽ വായിക്കുന്നു. There is a person who was crippled for 40 long years. It's mentioned in the book of Acts. ആ മനുഷ്യന്റെ രോഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അവൻ ജനിക്കും മുൻപേ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു എന്നാണ്. And that person had a peculiarity that he was crippled from the time he was in his mother's womb. ജനിക്കും മുൻപേ തന്നെ രോഗിയായി ജനിച്ച ബൈബിളിലെ ഏക മനുഷ്യനാണ് ഈ മനുഷ്യൻ. This person is the only person who's mentioned in the Bible who was sick before he was born. നീണ്ട 40 വർഷങ്ങൾ ആ രോഗം വഹിച്ച് അദ്ദേഹം ജീവിച്ചു. And he carried a sickness for a long 40 years. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. I don't want to take time to describe that portion. ഈ 40-ൽ നിന്ന് 2 കുറച്ചാൽ രണ്ടാമത്തെ രോഗപ്പഴക്കം പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. And in the New Testament there is another place wherein it talks about a person who was sick for 38 years. 38 വർഷം പക്ഷവാത രോഗിയായിരുന്ന മനുഷ്യൻ. And this person was lame for 38 years. ഈ 38-ൽ നിന്ന് 20 കുറച്ചാൽ മൂന്നാമത്തെ രോഗപ്പഴക്കം നമുക്ക് കാണാം. And the third person has 20 years less experience of sickness. 18 വർഷം കൂനിയായിരുന്ന സ്ത്രീ. And she was bent for 18 long years. ഈ 18-ൽ നിന്ന് 6 കുറച്ചാൽ നമ്മുടെ കുറിവാക്യത്തിലെ കഥാപാത്രത്തിന്റെ രോഗപ്പഴക്കം കിട്ടും. 12 വർഷമായി രോഗിയായിരിക്കുന്ന സ്ത്രീ. And this lady who's mentioned in the portion that we read today was sick for 12 years, which is 6 years less than the previous person. ഈ 12-ൽ നിന്ന് 4 കുറച്ചാൽ അടുത്ത രോഗപ്പഴക്കം കാണാം. 8 വർഷം പക്ഷവാത രോഗിയായിരുന്ന ഒരു ഐനയാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. And in Acts there's mention about another person who was sick for 8 long years. അപ്പോൾ 40, 38, 18, 12, 8 ഇങ്ങനെ രോഗപ്പഴക്കം സംബന്ധിച്ച ഒരു ചെറിയ കണക്ക് സുവിശേഷങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. In the New Testament, the people who were sick were mentioned for having sickness for 40 years, 38 years, 18 years, 12 years, and 8 years. ഇന്ന് രാത്രി ഏറെ സന്തോഷത്തോടെ ദൈവമക്കളോട് വിളിച്ചു പറയാനുള്ള ഒരു ദൂത്. And with a lot of happiness, Praise I the want Lord. to declare this to you. എത്ര വർഷത്തെ പഴക്കം രോഗങ്ങൾക്കുണ്ടെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടെങ്കിലും കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഉലകത്തിലില്ല. However long your sickness Praise the Lord. or your trouble is, our God is capable to get you out of that situation. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചില നൊമ്പരങ്ങളുടെ മേൽ വിടുവിക്കുന്ന കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കും എന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്. And by the Spirit of God, I declare Praise the Lord. that there will be healing for people who are suffering for a lot of years. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ പക്ഷവാത രോഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ And this afternoon I was trying to ponder about this sickness. നമ്മുടെ ഇടയിലും ഈ രോഗികൾ ധാരാളം ഉണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. And I started understanding that among us also there are people who are very sick. പക്ഷപാതം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിന് കുഴപ്പമൊന്നുമില്ല എന്നാണ്. Paralysis means that one side of the body has no problem. ഒരു കൈ അനക്കാം, He can move one hand, ഒരു കാൽ അനക്കാം, he can move one leg.
ഒരു സൈഡിനെ കുഴപ്പമുള്ളൂ. There's only problem with one side of his body. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. And there are many these kind of people in our midst. ചിലർക്കേ കൈ കൊടുക്കത്തുള്ളൂ, They only shake hands with few people. ചിലരോടെ മിണ്ടത്തുള്ളൂ, They only talk to few people. ചില വീട്ടിലേ They പോകത്തുള്ളൂ. only go to few houses. രണ്ട് കൈയും കൂടി ഇവർ ചേർത്തടിക്കത്തില്ല, ഒരു കൈ വെറുതെ വെച്ചേക്കും, ഒരു കൈ കൊണ്ട് കാലിൽ തട്ടിക്കൊണ്ടിരിക്കും. They don't clap with both the hands. They just keep hitting one hand to the leg. ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കും. And I know that you would accept this is the truth because you have seen such kind of people. പ്രിയരെ, വേർപെട്ട ദൈവസഭകളിലെ ഈ നിലയിലുള്ള പ്രവണതകൾക്ക് സമ്പൂർണ്ണ സൗഖ്യം സംഭവിക്കേണ്ടതുണ്ട്. There needs to be a Praise the healing Lord. to happen in all churches. ശരീരം അനക്കാൻ കഴിയാതെ, വിരലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് ആത്മാക്കൾ ഈ ലോകത്തിൽ കഴിയുമ്പോൾ ഇത്രയും സൗഖ്യത്തോടെ ഇതിനകത്ത് വരുവാൻ നമ്മെ അനുവദിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ കരമടിച്ചു പാടാൻ സമയം ലഭിക്കുമ്പോൾ നമ്മൾ മൗനമായിരുന്നുകൂടാ. Many people in this world Hallelujah. suffer with sickness because of which they can't worship God. God has given us the health and we need to worship God. നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. We need to use our body to glorify God. ഇന്ന് രാത്രി എല്ലാ ക്ഷീണങ്ങളും ഒന്ന് മറന്ന് മനസ്സൊന്ന് തുറന്ന് ഒരല്പനേരം എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Let's forget our weaknesses and praise God this evening. ശക്തിയോടെ അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുത്താൽ. Hallelujah. Praise you. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് 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 പ്രൈസ്. ഈ രാത്രി നമ്മുടെ ക്ഷീണങ്ങൾ മാറട്ടെ, നമ്മുടെ തളർച്ചകൾ മാറട്ടെ, നമ്മുടെ ബലഹീനതകൾ മാറട്ടെ. ഹല്ലേലൂയ. Weaknesses depart this evening. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് നമുക്കറിയാം. അവൻ സകല രോഗങ്ങൾക്കും സകല രോഗികൾക്കും നല്ല വൈദ്യനാണ് എൻ്റെ കർത്താവ്. The peculiarity of our God is that He is Hallelujah. a healer for all kinds of sickness. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Let's turn our attention to the scripture portion we read. ഈ 3-4 വാക്യങ്ങളിൽ നിന്ന് 5 വാക്യങ്ങളിൽ നിന്ന് 4 പദങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. I want to bring to your attention 4 words from these 5 verses. ഒന്നാമത്തെ പദം, ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്ന പദമാണ്. The first phrase that I want to mention is that there was a lady who heard about Jesus. കേട്ടു. She heard. യേശുവിനെ കുറിച്ച് കേട്ടു. She heard about Jesus. ശ്രദ്ധിക്കണം, സുവിശേഷങ്ങളിൽ കേൾവിക്ക് വളരെ പ്രാധാന്യമുണ്ട്. In the Gospels, there's a lot of importance to hearing. അതുകൊണ്ട് കേട്ടു എന്ന പദം വളരെ ഗൗരവമായി തന്നെ ഇന്ന് രാത്രി ഈ വിഷയത്തോട് ചേർന്ന് ദൈവമക്കൾ ചിന്തിക്കണം. And you need to understand that heard is a very important phrase in the Gospels, and we need to think about that parallelly when we describe this portion. ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പദം, ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു എന്ന പദമാണ്. പറഞ്ഞു. And the another thing is that she said that she can be healed. പറഞ്ഞു എന്ന പദമാണ്. She said she will be healed. അപ്പോൾ കേൾവിക്ക് ശേഷമാണ് ഇവൾ പറയാൻ ആരംഭിച്ചത്. After she heard, she started speaking. അപ്പോൾ കേൾവിയും ഈ പറച്ചിലും തമ്മിലൊരു ബന്ധമുണ്ട്. And there is a relationship between hearing and saying after that. കാരണം യേശുവിനെ കുറിച്ച് കേട്ട ശേഷം ഇവൾ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കണം. We need to understand what she said after hearing about Jesus. അവൾ പറഞ്ഞത് ഞാൻ രക്ഷപ്പെടുമെന്നാണ്. And she said that I will be healed. ഞാൻ ആ ഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം. Let me describe a bit more about that. അപ്പോൾ രണ്ടാമത്തെ പദം പറഞ്ഞു എന്ന പദമാണ്. And the second thing is that she said. മൂന്നാമത്തെ പദം അവന്റെ വസ്ത്രം തൊട്ടു എന്ന പദമാണ്. And the third phrase is that she touched his clothes. എന്താണ് അവൾ പറഞ്ഞത്? And what did she say? തൊട്ടാൽ രക്ഷപ്പെടും എന്നാണ് അവൾ പറഞ്ഞത്. If I touch, I will be healed. അതുകൊണ്ട് തന്നെ തൊടുക എന്ന
പ്രവൃത്തിക്ക് ഇവിടെ പ്രസക്തിയുണ്ട്. And there is importance here about the action of touching. കാരണം ഇവളുടെ വിശ്വാസം തൊട്ടാൽ രക്ഷപ്പെടുമെന്നാണ്. Her faith is that if she touch, she will be healed. അതുകൊണ്ട് തന്നെ വിശ്വാസം പറഞ്ഞുകൊണ്ട് കാലം കളയുന്നതിൽ ഒരർത്ഥവുമില്ല. There is no meaning in just saying about your faith. തൊടുക എന്ന പ്രവൃത്തിയിലേക്ക് ഇവൾ വരേണ്ടതുണ്ട്. And she needs to get to the phase wherein she would touch. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. And that's why James says that a life without action is of no word. അപ്പോൾ മൂന്നാമത്തെ പദം തൊട്ടു എന്ന പദമാണ്. And the third thing is that she touched. നാലാമത്തെ പദം ശ്രദ്ധിച്ചാൽ And the fourth thing, ബാധ മാറി സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. and she realized Praise that she the was Lord. healed and delivered. അവൾ എന്താണ് അറിഞ്ഞത്? What did she understand? അവൾ എന്തു പറഞ്ഞോ അതാണ് അവൾ അറിഞ്ഞത്. And whatever she Praise. said, that is what she understood at the end. എന്താണ് അവൾ പറഞ്ഞത്? What did she say? ഞാൻ രക്ഷപ്പെടുമെന്നാണ് അവൾ പറഞ്ഞത്. She said that I will be delivered. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞവൾ ഇപ്പോൾ എന്താണ് അറിഞ്ഞത്? And the one who said that I will be healed, what did she understand or feel? അവൾ രക്ഷ അറിഞ്ഞു. And she felt her healing. അഥവാ വിടുതൽ അറിഞ്ഞു. She felt her deliverance. കേട്ടറിയുകയല്ല, അനുഭവിച്ചറിയുകയാ. It's not just hearing, but she experienced it in her life. വിടുവിക്കുന്നവനെയും വിടുതലിനെയും അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളാ ഇന്ന് രാത്രി ഇവിടെ ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നത്. We all have experienced and known the healer and experienced his healing as well. ആമേൻ. വിടുതൽ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ അതരം അടച്ച് മൗനമായി ഇരുന്നുകൂടാ, വിടുവിച്ച കർത്താവിന് വാഴ്ത്തലുകൾ അർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കട്ടെ. We should be worshiping the God who healed us. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Hallelujah. ഈ 4 പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. And these 4 things we need to understand. ഒന്നാമത്തെ പദം കേട്ടു. The first thing is that she heard. എന്താണ് അവൾ കേട്ടത്? What did she hear? യേശുവിനെ കുറിച്ച് കേട്ടു. She heard about Jesus. രണ്ടാമത്തെ പദം പറഞ്ഞു എന്ന പദമാണ്. And the second thing is that she said. എന്താണ് അവൾ പറഞ്ഞത്? What did she speak? യേശുവിന്റെ വസ്ത്രം തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്നാണ് അവൾ പറഞ്ഞത്. She said that if I touch the hem of his garment, I will be healed. മൂന്നാമത്തെ പദം തൊട്ടു എന്ന പദമാണ്. And the third is that she touched. അവൾ എന്തായിരുന്നു പറഞ്ഞത്? What did she say? തൊട്ടാൽ രക്ഷപ്പെടും. If I touch, I'll be delivered. ആമേൻ. അതുകൊണ്ട് തന്നെ തൊടുക എന്നുള്ള പ്രവൃത്തിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. So there is importance in the action of touching. കേട്ടു, പറഞ്ഞു, തൊട്ടു. She heard, she Amen. spoke, and she touched. ഇതിന്റെ റിസൾട്ടാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. And the result of all these things is mentioned in the next sentence. അവൾ ശരീരത്തിൽ അറിഞ്ഞു. She experienced that in her body. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമുള്ള ഇടത്ത് ഒരു വിടുതൽ പ്രതീക്ഷിച്ച ഒരു വ്യക്തി വന്നാൽ എന്തെങ്കിലും ഒന്ന് അനുഭവിച്ചറിയാതെ ആ വ്യക്തി മടങ്ങത്തില്ല. If a person comes to Hallelujah. the presence of God expecting a deliverance, he or she will experience it in her body. ആ വിശ്വാസത്തോടെ വേണം ഈ വചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഇരിക്കാൻ. And we should be in front of this word by that faith. ഈ രോഗത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ And if we try to understand more about this sickness, ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ the book of Leviticus chapter 17, നാം ഇങ്ങനെ കാണുന്നു ഈ രോഗത്തെക്കുറിച്ച്. there is more described about this sickness. ഈ രോഗം വളരെ മാരകമാണ്. And this is a very, very severe sickness. 17:11 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. For the life of a creature is in the blood. 17:14 നമ്മൾ ഇങ്ങനെ കാണുന്നു. And in verse 14, സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തം തന്നെ. because the life of every creature is its blood. Praise the Lord. നമ്മൾ ഈ സ്ത്രീയുടെ രോഗത്തിൻ്റെ ഭയാനകത സംബന്ധിച്ചോ ഭീകരത സംബന്ധിച്ചോ
തിരുവചന വെളിച്ചത്തിൽ ഒന്ന് ചിന്തിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. Based on the word of God, we need to understand the severity of the sickness of that lady. ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന രോഗമാണ് ഈ സ്ത്രീക്കുള്ളത്. This lady is losing a lot of blood from her body. എന്താണ് രക്തത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന പാഠം? And what does Bible speak about blood? രക്തത്തിലാണ് ജീവൻ. It's in the blood is the life. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ. And the life of every creature is in its blood. രക്തത്തിലാണ് ജീവനെങ്കിൽ, And if the life is in the blood, രക്തം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ and if she is losing that blood, ജീവൻ നഷ്ടപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം. it means that she is losing her life. ഞാൻ ഈ രക്തത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ And when I started understanding more about blood, മനുഷ്യനിൽ രക്തം ഉൾപ്രവേശിച്ചത് എപ്പോഴാണ്? when did blood enter the body of man? മനുഷ്യ ശരീരത്തിൽ ജീവൻ രക്തത്തിലാണെങ്കിൽ, And if the life is in blood, മനുഷ്യനിൽ രക്തം എപ്പോഴാണ് പ്രവേശിച്ചത്? when did blood enter into man? തിരുവെഴുത്ത് അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And the scripture clearly mentions about that. മണ്ണുകൊണ്ട് ഒരു പുരുഷ പ്രതിമയുണ്ടാക്കിയ ദൈവം And when God created an image out of soil, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് വാക്യം. and he breathed into his Praise the Lord. nostrils. അപ്പോൾ അടുത്ത വാക്യം, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി. And then he became Amen. a living creature. അപ്പോ ആ മൺപ്രതിമയിൽ ദൈവം ഊതിയപ്പോൾ ഉൾപ്രവേശിച്ച ഘടകമാണ് ജീവന്റെ ആധാരമായ രക്തം. And when God in that structure of Praise the soil Lord. breathed into it, that's when life came into that body. അങ്ങനെയെങ്കിൽ രക്തം ഉൾപ്രവേശിച്ചത് ദൈവത്താലാണെങ്കിൽ, ദൈവത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നം ഈ രാത്രി എൻ്റെ കർത്താവ് തൊടും എന്നീ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ, നിരാശപ്പെടാതെ വചനത്തിന്റെ മുമ്പിൽ ആമേൻ പറയാൻ ഈ രാത്രി ദൈവമക്കൾ തയ്യാറാവണം. And the creature that God Hallelujah. created, only God can heal, and tonight also he's going to do the same. നഷ്ടപ്പെടുന്നതെന്തും മടക്കിത്തരാൻ, അത് രക്തമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അത് എന്തും മടക്കിത്തരാൻ കരുത്തുള്ള കഴിവുള്ള എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി യോഗത്തിലുണ്ട്. Whatever you have Hallelujah. lost, God is capable to give it back to you. അപ്പോ 12 വർഷമായി രക്തം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ, And for almost 12 years, she's losing blood in her body. ഈ സ്ത്രീ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. That means that she's slowly dying. ഈ രോഗം വളരെ ഭയാനകമായ രോഗമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. This is the biggest evidence that this is a very severe sickness. ജീവനാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. And she's losing her life day by day. നമുക്കറിയാം, ഇന്നും രക്തത്തിനു പകരം രക്തമല്ലാതെ ഒരു മെഡിസിൻ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. Medical science has found nothing to be an alternative to blood. വൈദ്യശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും മേജർ ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ രോഗിയുടെ അതേ ഗ്രൂപ്പിലുള്ള ബ്ലഡാണ് ഡോക്ടേഴ്സ് ഇന്നും ആവശ്യപ്പെടുന്നത്. Though medical science has advanced a lot, yet during all the surgeries they require blood of the same blood group. രക്തത്തിനു പകരം രക്തമല്ലാതെ മറ്റൊന്നില്ലാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് പ്രിയരെ? What is the meaning of Amen. there being no alternative to blood? രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. It's in the blood that Praise life is there. ജീവന്റെ ദാതാവിന്റെ അനുഗ്രഹീത സാന്നിധ്യം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നമ്മുടെ നടുവിൽ ഉണ്ട്. The presence of our Almighty God is in our midst tonight. അപ്പോ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത്. We need to understand this lady is dying a death each day. ജീവനെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. We all love our life. പ്രാണൻ നിലനിർത്താൻ തീവ്രമായ ശ്രമം നടത്തുന്നവരാണ് മനുഷ്യരെല്ലാവരും. We all are trying our best to retain the life that we have. അത് തന്നെയാണ് ഈ സ്ത്രീ ചെയ്തത്. And that's what this lady is doing. മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. She gave all her wealth to doctors.
മുഴുവൻ മുതലും വൈദ്യന്മാർക്ക് കൊടുത്തു. And she gave all that she had to doctors. 12 വർഷം നീണ്ട ചികിത്സ. And this has been going for 12 long years. മുതലെല്ലാം കൊടുത്തു എന്നുള്ള വേദപുസ്തക ഭാഷ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. We need to carefully understand that she gave everything that she had. മുതലെല്ലാം കൊടുത്തെന്ന് പറഞ്ഞാൽ ഇനി ചികിത്സിക്കാൻ പണം ശേഷിക്കുന്നില്ല. What that means is that she has ശ്രദ്ധിക്കണേ nothing ഈ left to give for her treatment. ദൈവമക്കൾ എന്നോടൊപ്പം ഈ വചനം ധ്യാനിക്കണം. We need to go together. എന്ന് പറഞ്ഞാൽ ഇവൾക്കാവശ്യം രക്ഷയാണ്. She needs a deliverance. അത് നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ മുഖവരയിൽ പറഞ്ഞതാണ്. And that's mentioned in the verse that we read before. അപ്പൊ ഇവൾക്കാവശ്യം രക്ഷയാണ്. She needs a deliverance. ജീവന്റെ രക്ഷ. She needs deliverance of her life. അവൾ ജീവരക്ഷയ്ക്കായി ആദ്യം ചിലവിട്ടത് പണമാണ്. And for delivering her life, initially she spent all the wealth that she had. 12 വർഷം ജീവൻ രക്ഷിക്കാൻ ഇവൾ പണം മുടക്കി ചികിത്സിച്ചു. And for 12 years, she spent all her wealth and treated herself. അപ്പോൾ ഏറ്റവും നല്ല തെളിവല്ലേ, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ മുഴുവൻ സ്വത്തും ഉപേക്ഷിക്കാൻ തയ്യാറാവും. And a person would be ready to give away everything that he has to retain his or her life. അതുകൊണ്ട് തന്നെ മുതൽ മുഴുവനും വിറ്റ് ഇവൾ ചികിത്സിച്ചു. And that's why she sold all that she had and she treated herself. ഇവള് രക്ഷപ്പെട്ടില്ലെങ്കിലും എൻ്റെ വീക്ഷണത്തിൽ വൈദ്യന്മാരെല്ലാം രക്ഷപ്പെട്ടു. And I know that even if she didn't get delivered, but many became rich because of her. ഇന്നും വൈദ്യന്മാർക്ക് രക്ഷയ്ക്ക് ഒരു കുറവുമില്ല. And today also there is no lack of means for the doctors to be rich. രോഗികൾ ഒട്ട് രക്ഷപ്പെടുന്നുമില്ല. And the patients are never healed. ഞാനിതിനെ നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചിത്രവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചോട്ടെ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ. I want to compare this to the experiences in India. ഇന്നും രക്ഷയ്ക്കായി കൊതിക്കുന്ന ആത്മാക്കൾ, Today also there are people who expect deliverance. രക്ഷകന്മാരായി രംഗത്തുള്ള പല വൈദ്യന്മാരുടെ സങ്കേതങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. They go to places where they think that that person could deliver them. എന്തും മാത്രം പണമാണ് ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. There's a lot of money that people give to get delivered from their problems. എന്തിന്? കൊച്ചു കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങൾ മാത്രം എടുത്തൊന്ന് പഠിച്ചാൽ, If we just look at the meditation centers which are there in Kerala, India, കൊച്ചു കേരളത്തിലെ ചില റിട്രീറ്റ് സെന്ററുകൾ മാത്രം എടുത്തൊന്ന് പഠിച്ചാൽ, if we just look at certain retreat centers, കോടിക്കണക്കിന് രൂപയുടെ അസറ്റാണ് രക്ഷാ സങ്കേതങ്ങൾ സമ്പാദിച്ചത്. and these deliverance places are earning millions of rupees over there. വാസ്തവത്തിൽ ഇത് മുഴുവനും രക്ഷപ്പെടാനും വിടുവിക്കപ്പെടാനും സമാധാനം പ്രാപിക്കാനും കൊതിക്കുന്ന ആത്മാക്കളുടെ ധനമാണെന്നുള്ള കാര്യം മറക്കണ്ട. They are spending just because they want to be delivered in their life. എനിക്ക് എൻ്റെ വീക്ഷണത്തിൽ പ്രോസ്പിരിറ്റി തിയോളജിയുടെ പ്രചാരകരും ഈ കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്നവരാണ്. And the people who spread prosperity theology also are based on this same concept. പ്രോസ്പിരിറ്റി പ്രസംഗിക്കുന്ന പ്രസംഗകരെയും അവരുടെ ഫെലോഷിപ്പുകളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. If you look at all the places where they preach prosperity theology, അവരുടെ തുടക്കം വളരെ ചെറുതായിരുന്നു. their beginnings are very small. ഇപ്പോൾ എൻ്റെ കൃത്യമായ ഒരു അറിവ് ഞാൻ പറയാം. കൃത്യമായ ഒരു അറിവ്, 60 കോടിയുടെ 3 റിസോർട്ടുകൾ കേരളത്തിലെ ഒരു സുവിശേഷ പ്രസംഗകൻ ഈ 2014 രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം ഇത്. There is a preacher who preaches prosperity theology who is going to buy 3 resorts worth millions of rupees. സൗഖ്യം പ്രസംഗിക്കുന്നവർ, They are the one who preach healing. സമാധാനം പ്രസംഗിക്കുന്നവർ, They preach peace. രക്ഷകനെ ഉയർത്തുന്നവർ, And the ones who exalt the God, കോടിപതികളാകുന്നു. they are becoming millionaires. പക്ഷേ സൗഖ്യത്തിനായി അലയുന്ന ആത്മാക്കൾക്ക് ഒരു കോടിമുണ്ട് പോലും കിട്ടുന്നില്ല. And the people who are trying to be delivered, they are getting nothing. ഇത് നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഭാരതത്തിലെ, നമ്മുടെ ലോകത്തിലെ ഒരു ശുദ്ധ തട്ടിപ്പാണെന്നുള്ള കാര്യം അമേരിക്കൻ മലയാളികളും തിരിച്ചറിയണം. This is a big fraud that's happening and we need to realize that.
ആത്മാക്കളുടെ ആദായം കൈപ്പറ്റിയിട്ട് They get all the wealth from the believers ജനത്തെ യഥാർത്ഥ രക്ഷകനിലേക്കോ രക്ഷയിലേക്കോ സത്യവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കോ നയിക്കാതെ, and they don't direct people to the thoughts or the word of God. അനുഗ്രഹവും നന്മയും ഉയർച്ചയും പ്രസംഗിച്ച് ജനത്തെ ഒരു മായാ ലോകത്തിൽ മയക്കി നിത്യത തടയുന്ന ഈ തട്ടിപ്പുകൾക്കെതിരെ സത്യവചനവുമായി രംഗത്തിറങ്ങേണ്ട കാലം അമാന്തിച്ചുപോയി എന്നുള്ള കാര്യം ഞാൻ വേദനയോടെ ഓർപ്പിക്കുകയാണ്. And they never talk about the deliverance from God. Praise the Lord. And just keep talking about blessings, and this is a fraud that we need to understand. ആരും സമ്പന്നരാകുന്നതിനും ഉയരുന്നതിനും ഞാൻ എതിരാണെന്ന് പറഞ്ഞു എന്നാരും കരുതരുത്. I'm not against people becoming wealthy. പുതിയ നിയമ കാഴ്ചപ്പാടിൽ ജീവിക്കാനുള്ളത് മതിയെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. In the New Testament, Jesus says that whatever we need to sustain ourselves is enough. എനിക്കറിയാം, സുവിശേഷകനായ ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ആരും ഒരു ഹല്ലേലൂയ പറയത്തില്ല. I know that you won't be happy when I speak this. നമുക്കതൊന്നും ഇമേജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. We won't be able to imagine all this. വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ നമ്മൾ കോടീശ്വരനാകുന്നതിൽ ഒരു വേദനയുള്ള ആളല്ല സാത്താൻ. And the devil doesn't worry when we become millionaires. സാത്താൻ യേശുവിനോട് പറഞ്ഞത് എന്താണ്? What did devil say to God? നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ If you bow down before me, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. I will give you everything that your eyes can see. അപ്പൊ കാണുന്നതെല്ലാം കൈ അടക്കാനുള്ള വ്യഗ്രത പൈശാചികമാണെന്നുള്ള കാര്യം വിശുദ്ധന്മാർ മറന്നു പോകരുത്. We as believers need to understand that Satan Amen. can go behind wealth and try to get everything that we can. യേശു സാത്താനോട് പറഞ്ഞത് എന്താ? What did Jesus reply to Satan? നിന്റെ വർഷിപ്പ് സിസ്റ്റത്തിന് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. You need to change a little bit in your worship pattern. നമ്മുടെ ആളുകൾ എന്നേ ചേഞ്ച് വരുത്തി കഴിഞ്ഞു. And we have already changed ourselves. മൊത്തത്തിൽ സിസ്റ്റം മാറിക്കഴിഞ്ഞു. And the system has totally changed. കാരണം നമുക്ക് എല്ലാവർക്കും ദൈവം സഹായിച്ച് അനുഗ്രഹം മതിയല്ലോ. And by God's grace, we all just need the blessings of God. പ്രിയപ്പെട്ടവരെ, പുഴുവും തുരുമ്പും എടുത്തു പോകുന്ന ഇവിടുത്തെ ഭൗതിക അനുഗ്രഹം ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ജീവരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്ന ദുഷ്ടപ്പോരിനെ തിരിച്ചറിയാൻ ആത്മീയ രംഗത്ത് വരേണ്ട കാലമാണിത്. It's time that we need to understand that we should give away with everything in this world that would decay, but rather concentrate on the eternity that we have. നമുക്ക് ആവശ്യം ജീവരക്ഷയാണ്. We need deliverance of our life. നാം സമ്പാദിക്കേണ്ടത് നമ്മുടെ നിത്യതയാണ്. And what we need to earn is our eternity. എനിക്കറിയില്ല, നമ്മുടെ ആളുകളും ഇന്ന് അനുഗ്രഹത്തിന്റെ പ്രസംഗങ്ങളുടെ മുൻപിലാണ് ആവേശഭരിതരാകുന്നത്. And many of us get excited when we hear these messages of blessings. സത്യമല്ലേ അത്? Isn't that a truth? ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഈ 2014 തന്നെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും എന്ന് പറഞ്ഞാൽ മതി. കസേര തള്ളിയിട്ട് ആളുകൾ ഹല്ലേലൂയ പറയും. And if someone says that in this 2014 you will be blessed greatly, you would just get up and start praising God. പ്രിയരേ, നമുക്ക് ആവശ്യം ജീവരക്ഷയാണ്. Beloved, what we need is deliverance of our life. നമുക്കേറെ വലുത് നമ്മുടെ നിത്യതയാണ്. The most important thing in our life is eternity. സുവിശേഷത്തിന്റെ പേരിലും രക്ഷയുടെ പേരിലും രക്ഷകന്റെ പേരിലും രക്ഷപ്പെട്ട ഒരുപാട് വൈദ്യന്മാരെ മലയാളികളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen a lot of physicians who have got rich just because of this deliverance from God. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കേരളത്തിലെ രക്ഷ പ്രസംഗിക്കുന്നവരുടെ കയ്യിൽ വന്നതിന്റെ മനഃശാസ്ത്രവും mറ്റൊന്നല്ല എന്ന സത്യം ദൈവമക്കൾ തിരിച്ചറിയേണ്ടതാണ്. The psychology behind Praise the Lord. people who preach about deliverance getting a lot of money is just this. കർത്താവേ, എനിക്ക് ഇതൊന്നുമല്ല വേണ്ടത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവന്റെ തുടിപ്പിലേക്ക് നീ എന്നെ മടക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടിയ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. God is here to give Praise the eternal Lord. life to all of us. ഈ ആളുകൾ ഹല്ലേലൂയ പറഞ്ഞോ ആമേൻ പറഞ്ഞോ പ്രതികരിക്കുന്നതാണ് പ്രസംഗകരുടെ സന്തോഷം. And when a person speaks, he's always encouraged by the praises that you give. പക്ഷെ ഓഡിയൻസിന്റെ നിശബ്ദത
ആസ്വദിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. And pastor is praying to Praise get the the Lord. grace to be happy when people are silent. പ്രിയരെ, ആത്മാക്കളുടെ ആരവാരമോ ആവേശമോ അല്ല നമ്മുടെ യോഗങ്ങളിൽ ഉണ്ടാകേണ്ടത്. അനുതാപവും നഷ്ടപ്പെട്ടു പോയ ജീവനിലേക്ക്, ആ ജീവന്റെ തുടിപ്പിലേക്ക് ഒരു മടങ്ങി വരവുമാണ് ഇന്നിന്റെ ആവശ്യമെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ ആത്മീയർക്കേ ആമേൻ പറയാൻ കഴിയൂ. The word of God is not to excite us, but rather so that we get back to our life which is in God. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ച സഭകളിലായാലും ഒരാരാധനയ്ക്ക് 2 പാട്ടൊന്നും പാടേണ്ട കാര്യമില്ലായിരുന്നു. And the churches that I have ministered, we don't require 2 songs to worship God. ഇന്ന് 4 പാട്ട് പാടിയിട്ടും രക്ഷയില്ല. And now even if we sing 4 songs, there is no deliverance. ഞാൻ 21-ാമത്തെ വയസ്സിൽ സഭാചാർജി പ്രവേശിച്ച ഒരു ഉപദേശിയാണ്. I started being a pastor when I was 21 years old. ഞാൻ ഓർക്കുന്നു, ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരാത്മസാന്നിധ്യം നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യുമായിരുന്നു. And when we come to the presence of God and start praying, we need to experience the Spirit of God. ഞാൻ ഇപ്പൊ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഒരു ക്ലബിൽ വന്നു മടങ്ങിപ്പോകുന്ന ഒരു പ്രതീതി അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ഇടയിൽ. And in the church that I ministered, I told them that it's just like a club that we come and go. ഒരു പാട്ട് പാടുമ്പോ സത്യത്തിൽ ആരും കാര്യമായി സഹകരിക്കത്തില്ല. And in the first song, no one would cooperate with that. ആ പാട്ട് ഒരുക്കപ്പാട്ടെന്ന് പറയും. And that song is called as a preparatory song. ആളുകൾ ആ പാട്ട് പാടുമ്പോഴാണ് നേരെ ഇരിക്കുന്നതും ഒന്ന് റെഡി ആയിരിക്കുന്നതും ഒക്കെ ആ പാട്ട് പാടുന്ന സമയത്താണ്. When the first song is sung, people try to arrange themselves. ഈ രണ്ടാമതൊരു പാട്ട് പാടി തുടങ്ങിയതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? And do you know why they sing the second song? കാരണം സഭായോഗം നടത്തുന്ന ഉപദേശിയായതുകൊണ്ട് പറയുകയാണ്, ആദ്യത്തെ പാട്ട് പാടുമ്പോൾ പകുതി പേരും കാണത്തില്ല. Because when the first song is being sung, half of the church is not present. അങ്ങനെയാ നമ്മുടെ ഇടയിൽ ഈ രണ്ടാമതൊരു പാട്ട് പാടുന്ന പരിപാടി തുടങ്ങിയത്. That's why we started singing the second song. അല്ലാതെ ഇതൊന്നും ആത്മാവിന്റെ നടത്തിപ്പാണെന്നൊന്നും പറഞ്ഞ ഞാൻ അത് വിശ്വസിക്കത്തില്ല. കാരണം ഞാൻ ഇത് അനുഭവിക്കുന്നതാണ്. And this, I won't believe that this is the Spirit leading us. രണ്ടാമത്തെ പാട്ട് ഒരു പകുതിയാവുമ്പോഴേക്ക് And when we reach the second half of the song, സഭായോഗത്തിൽ മിക്കവാറും ആളുകൾ എത്തും. many of the church believers come to church. അവരങ്ങോട്ട് വന്ന് കൈയടിച്ച് തുടങ്ങുമ്പോഴത്തേന് ഞാൻ എഴുന്നേക്കും, പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. And when they start worshiping, I stand up and tell that let's close our eyes and pray. അപ്പൊ എത്ര പേര് ആരാധിച്ചു? So you just need to know how many അതുകൊണ്ട് people ഞാൻ worship. പറയുകയാ, നമുക്ക് നഷ്ടപ്പെട്ടത് ജീവനാ. What we lost is our life. ആദ്യകാലങ്ങളിൽ വ്യാപരിച്ച ആത്മശക്തിയുടെ ആഴങ്ങളിലേക്കും ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച യഥാർത്ഥ പുതിയ നിയമസഭയുടെ ആത്മീയ അനുഭവങ്ങളിലേക്കും ഞാനും നിങ്ങളും മടങ്ങി വന്നേ മതിയാകൂ പ്രിയരെ. We need to get back to the Praise the experience of Lord. worship that the New Testament church experienced. ഞാൻ പല യോഗങ്ങളിലൂടെ വന്ന ശേഷം പറഞ്ഞു, നമ്മുടെ ആളുകൾക്ക് കൈയടിക്കുന്നതിനെ വരെ ഇപ്പൊ ഫാഷനാണ്. And in many churches I've told that people, they even clap their hands in a particular style. ഒന്നാമതേ നമ്മുടെ മിക്ക ചർച്ചകളിലെ പ്രോഗ്രാം സഭായോഗം പോലും ലൈവാണ്. അത് നെറ്റിനകത്ത് ഓൺ ടൈം കാണാം. Many of our churches stream their worship live. അപ്പൊ ലൈവായി നടക്കുന്ന സഭായോഗം മറ്റൊരിക്കൽ റെക്കോർഡ് ചെയ്ത് ഞാൻ കാണുമ്പോൾ എൻ്റെ കൈയടിക്കൊരു സ്റ്റൈൽ ഇല്ലെങ്കിൽ എൻ്റെ പ്രശ്നമാണ്. And if I see the recorded message of our worship later and if I'm not clapping properly, that impacts my prestige in the church. അതുകൊണ്ട് തന്നെ ഞാൻ പലരെ ഞാൻ ഇവിടെ വന്ന ശേഷം ഒരുപാട് കണ്ടു, ക്യാമറയുടെ ഫോക്കസ് ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന സമയത്ത് അത്രയും നേരം അനങ്ങാതിരുന്ന പുള്ളി ഒരു കയ്യടിയും ഒരു താളവും ഒരു ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ജീവനിലേക്ക് നമ്മൾ മടങ്ങി വന്നേ മതിയാകൂ പ്രിയരെ. We need to get back to the life that we have lost. ആത്മജീവന്റെ ചലനം എന്നിൽ കുറഞ്ഞിട്ടുണ്ട് എന്നകത്ത് ബോധമുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many of you recognize that the Holy Spirit, the work of the Holy Spirit has reduced in your life? അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള കേൾവിയാണ് അവളുടെ ജീവിതത്തിൽ വഴിത്തിരിവിന് കാരണമായതെങ്കിൽ 100 പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല പ്രിയരെ. വഴിത്തിരിവിന് കാരണമാകുന്ന ദൂതുകൾ
നമ്മൾ ശ്രവിച്ചാമേൻ പറഞ്ഞേ മതിയാകൂ. The course of the life of that lady changed just about hearing Jesus, and the same has to happen in our lives. Praise the Lord. ആത്മജീവന്റെ ആ തുടിപ്പിലേക്ക് ഒരു മടങ്ങി വരവ് വേണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി യോഗത്തിൽ ഇരിപ്പുണ്ട്? How many of you want to experience the Holy Spirit in your life? ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് കർത്താവ് സഭ പണിതത്. And God is building the church with stones which have life. കല്ലിന്റെ പ്രത്യേകത കല്ലിനും ജീവനുണ്ടെന്നുള്ളതാണ്. The peculiarity of the stone is that that also has life. ഞാൻ ശ്രദ്ധിച്ചു ഇന്നത്തെ ഇവിടുത്തെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ, And when we were worshiping tonight, വേറെ ഒന്നും ശ്രദ്ധിക്കാതെ and there were people who didn't bother anything, മനഃപൂർവ്വമായി കർത്താവിനെ ആരാധിക്കുന്ന കുറച്ചു പേരെ ഞാൻ കണ്ടു. I saw people who were bothering nothing but just worshiping God. ഞാൻ ആരാധന കാണാൻ ഇരുന്നതല്ല, ആരാധന കാണാൻ നോക്കിയതുമല്ല. I didn't just Praise look the at Lord. worship. മനഃപൂർവ്വമായി കൈയടിക്കുന്നത് കേട്ടപ്പോ, And when I saw Hallelujah. people worshiping God with their heart, അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നത് കേട്ടപ്പോ, when I heard them speaking in tongues, ആ സന്തോഷം കൊണ്ടൊന്ന് കണ്ണു തുറന്നു പോയതാ. I just opened my eyes because of that. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഹൂസ്റ്റണിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, And when I was preaching in Houston the other day, ഒരു മണിക്കൂറൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വർഷിപ്പിന് ടൈം ഉണ്ട്. our youngsters have about an hour to worship these പക്ഷെ days. 98% പേരും ആത്മസ്നാനം പ്രാപിച്ചവരല്ല. And 98% of them Oh, have not hallelujah. experienced Holy Spirit in their life. അങ്ങനെയെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ട് എന്തിനാ പ്രിയരെ കുറെ സൗകര്യങ്ങൾ? And if we have lost our life, what's the Oh, benefit of hallelujah. all the facilities that we have? ചലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തിനാ കുറെ സ്വത്തും സംവിധാനങ്ങളും? If we can't move in the Spirit, what's the need of all the blessings in our life? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത ഈ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവരുടെ എണ്ണവും സഭയിൽ കുറവാണിന്ന്. And the number of people who believe that in the last days God will pour His Spirit on all people has reduced. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും വരെ ഒരു പ്രസ്ബിറ്റേറിയൻ സ്റ്റൈലിലേക്ക് മാറി തുടങ്ങി. Our Pentecostal worship is moving to the Presbyterian style these days. വളരെ സിസ്റ്റമാറ്റിക്കായി വരിക, വളരെ സിസ്റ്റമാറ്റിക്കായി പ്രസംഗിക്കുക, സ്റ്റൈലായി കൈയടിക്കുക. തുടങ്ങുന്നതിന് കൃത്യസമയമില്ല, പക്ഷെ തീരുന്നതിന് കൃത്യസമയം അമേരിക്കയിൽ ഞാൻ കണ്ടത്. We have a particular pattern of how to worship God, and there is no restriction to when the worship would start, but it will end at the right time. എന്നാൽ ഈ തീരാൻ കൃത്യസമയം വെക്കുന്ന പലരെയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചപ്പോ, And when I observe few people who want the church service to end at the right time, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാ പുറത്തുനിന്ന് പോകുന്നത്. but they leave the sanctuary only 45 minutes after that. കാപ്പി കുടിക്കുന്നു, ചായ കുടിക്കുന്നു, കഥ പറയുന്നു, ഹഗ് ചെയ്യുന്നു, SMS അയക്കുന്നു. ഇതൊക്കെ കാണുമ്പോ എന്റെ കർത്താവിന്റെ ഉള്ളം വേദനിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഉപദേശിയാ ഞാൻ. And they just get out, they have a coffee, they hug each other, they send SMSs. But when God looks at it, He gets troubled because of that. പ്രിയരേ, ദൈവവചനത്തിൽ ഇല്ലാത്ത കുറെ ചിട്ടവട്ടങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തേച്ച് അതിനെ ആത്മീയമായി ദൈവം അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും വിലപ്പോകില്ലെന്നുള്ള കാര്യം ദൈവമൊക്കെ മറക്കണ്ടോ. ഇന്ന് രാത്രി ജീവനിലേക്ക് നാം മടങ്ങി വന്നേ മതിയാകൂ. By just setting some order that that's not mentioned in the scripture, we are not doing anything special for God. അതിനെനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, പൈസ ഇറക്കിയാലൊന്നും ജീവൻ മടക്കി കിട്ടത്തില്ലെന്ന ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. I want to tell you that even if you spend some money, you won't get that life that you want. പൈസ ഇറക്കിയാൽ കിട്ടുമായിരുന്നു ജീവനെങ്കിൽ ഇവള് രക്ഷപ്പെട്ടേനെ. And if you had got life just by spending money, this lady would have got her life back. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്പത്തോ സൗകര്യങ്ങളോ ഒരിക്കലും നഷ്ടപ്പെട്ട ഓജസ്സിലേക്ക്, ആ ചൈതന്യത്തിലേക്ക്, ആ തുടിപ്പിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരത്തില്ല. And whatever wealth we have, that won't lead us back to the experiences that we had in our initial spiritual life. പണം മുഴുവൻ ചെലവാക്കി, She spent all the wealth that she had, അവൾക്ക് രക്ഷയില്ല. but she has no deliverance. വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചെന്ന് എഴുതിയത്. And she suffered a lot by the physicians. വാസ്തവത്തിൽ അവൾ ഒരുപാട് സഹിച്ചു എന്നുള്ള പദം പഠിക്കുമ്പോൾ, And when we read the portion that she suffered a lot, പണം കൊണ്ട് രക്ഷപ്പെടുകയില്ല
എന്നിവൾക്ക് മനസ്സിലായപ്പോ And when she understood that she won't be delivered by the money that she has, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ മനസ്സിന്റെ വേദന എത്ര വലുതായിരിക്കും. you need to understand the heights of trouble that she was going through. ഒരു തകർന്ന മനസ്സായി പോത്, She had a broken heart ഉരുകുന്ന മനസ്സാ, and she had a very contrite spirit. ക്ഷീണിച്ച മനസ്സാ, She was very tired കലങ്ങിയ മനസ്സാ. and she was very troubled. മനസ്സുകളെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. And there is a lot of words that are used to describe such hearts. സദൃശ്യവാക്യം 18:14 വായിക്കുമ്പോ സങ്കീർത്തനം 34:18 വായിക്കുമ്പോൾ തകർന്ന മനസ്സിനെ കുറിച്ച് നമ്മൾ കാണും. And in the portions that Pastor mentioned, it talks about a broken heart. പണവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും രക്ഷപ്പെടുകയില്ല എന്നൊരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ഏതു മനുഷ്യന്റെ മനസ്സാ തകരാത്തത്? And when a person realizes that his wealth won't help him, there is no man whose heart won't be broken. ഉൽപ്പത്തി 48:30 നമ്മൾ ശ്രദ്ധിച്ചാൽ, If you look at Genesis chapter 48 verses 30, ഉരുകുന്ന മനസ്സ് എന്ന പദം കാണാം. there's a melting heart that's mentioned over there. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നുപെട്ടാൽ ആരുടെ മനസ്സാ ഉരുകാത്തത്? And if you come to such a situation, whose heart won't be troubled in that way? സംഖ്യ 21:4 വായിച്ചാൽ ക്ഷീണിച്ച മനസ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. In Numbers chapter 21, we read about a tired heart. 2 രാജാക്കന്മാർ 6:11 വായിച്ചാൽ കലങ്ങുന്ന മനസ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. And 2 Kings chapter 6, it's mentioned about a troubled heart. മനസ്സിനെ കുറിച്ച് പരാമർശിക്കുന്ന ധാരാളം വാക്യങ്ങൾ വേറെയും തിരുവെഴുത്തിലുണ്ട്. And the scripture, there are a lot of words which describe a broken heart. തകർന്ന മനസ്സുമായി, By a broken heart, ഉരുകുന്ന മനസ്സുമായി, heart which is melting. ക്ഷീണിച്ച മനസ്സുമായി, By a tired heart, കലങ്ങിയ മനസ്സുമായി by a troubled heart. നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. And we look at a person who has that kind of an experience. കാരണം പണം ഇറക്കി ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു, അത് നടക്കുകയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. She understood that by spending money, she won't get the healing that she wants. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇപ്പോൾ അവൾ മുൻപിൽ കാണുന്നുമില്ല. She sees Praise no the Lord. way that she would be healed. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ കുറിച്ച് ആ സമയത്ത് കേട്ടു എന്ന് പറയുന്ന വാക്കിന് വലിയ ഗൗരവമുണ്ട്. That's why I say that it's a very important thing that she heard during that kind of an experience in her life. രക്ഷകന്മാരായി അവളുടെ മുൻപിൽ വെളിപ്പെട്ട 12 വർഷം അവളെ ചികിത്സിച്ച വൈദ്യന്മാരും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ, All the physicians who Praise treated the her Lord. for 12 years said that there is no healing for her sickness. അവൾക്ക് പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോ, And when she understood that her money won't heal her, അവൾ യേശുവിനെ കുറിച്ച് കേട്ടെന്ന്. and then she heard about Jesus. ഏത് യേശുവിനെ കുറിച്ച് അവൾ കേട്ടത്? Which Jesus did she hear about? അവൾ ഇതിനു മുൻപ് പരീക്ഷിച്ചത്, And she tried before this, പണം വാങ്ങി രക്ഷിക്കാം, സൗഖ്യമാക്കാം എന്ന് പറഞ്ഞ രക്ഷകന്മാരെയാണ്. she went to doctors who Amen. said that, give me your money and I'll heal you. എന്നാൽ ഇപ്പോൾ അവൾ കേട്ട വൈദ്യന്റെ പ്രത്യേകത എന്താണ്? But now she's Praise hearing the about Lord. a different kind of healer. 5 നയാ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ സൗജന്യമായി രക്ഷിക്കാൻ കഴിയുന്ന ഏക രക്ഷകനാണ് നമ്മുടെ കർത്താവ്. Our God is the only God who would heal us without any charge from us. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. It's by grace that and by faith that you are saved. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. And then you are not responsible for that. It's a gift of God. സൗജന്യമായി രക്ഷ പ്രാപിച്ച ദൈവമക്കളെ, ഈ രക്ഷകനെ എത്ര നന്ദിയോടെ സ്തുതിക്കാൻ നാം കടപ്പെട്ടവരാണ്. We receive this free deliverance, and how much more should we be praising God? ഇവൾ യേശുവിനെ കണ്ടില്ല, Here she didn't see God, യേശുവിനെ കുറിച്ച് കേട്ടു. but she heard about Jesus. എന്നോടൊപ്പം ദൈവമക്കൾ നിൽക്കണം ഈ വചനത്തിൽ. Let's go together. യേശുവിനെ കുറിച്ച് കേട്ടു. She heard about Jesus. ഈ കേൾവിക്ക് ശേഷം After she heard, അവൾ അതരം തുറന്നു. she opened her mouth, അവൾ പറയുന്ന വാക്കുകളാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. and we read in the next Amen. portion about what she said. ഞാൻ രക്ഷപ്പെടും. I will be healed. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിനെ ഇവൾ കണ്ടിട്ടേ ഇല്ല.
She never saw Jesus. യേശുവിനെ ഇവൾ കണ്ടില്ല. She has never seen Jesus. യേശുവിനെ കുറിച്ച് കേട്ടതേ ഉള്ളൂ. She has only heard about Jesus. പക്ഷെ ഇവിടെ വാക്കുകൾ ശ്രദ്ധിച്ചേ. But if you hear her words, തകർന്ന മനസ്സിൽ നിന്ന് വരുന്ന നിരാശയുടെ വാക്കല്ല ഇവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. these are not disappointing words that come out of a broken heart. അവൾ പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളാ. But she's saying words of faith. ഞാൻ രക്ഷപ്പെടും. I will be healed. യേശുവിനെ കാണാതെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്ന് ഇവള് പറഞ്ഞതിന്റെ കാരണം എന്താ? What is the reason that she said that she would be healed without seeing Jesus? രക്ഷപ്പെടും എന്നുള്ള വാക്ക് വിശ്വാസത്തിന്റെ വാക്കാണ്. And the thing Amen. that she said that she would be healed is a word of faith. ഈ വിശ്വാസം ഇവളിൽ എങ്ങനെ ഉണ്ടായി എന്ന് ഈ വചനം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. You might have understood if you concentrated properly about how this faith came into her. പൗലോസ് പറഞ്ഞു വിശ്വാസം കേൾവിയാൽ. And faith comes through hearing. കേൾവി ദൈവത്തിന്റെ വചനത്താൽ. And the hearing comes from the word of God. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? If no one sends me, how would I preach? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? If no one preaches, how would I hear? അപ്പോ രക്ഷയ്ക്ക് വിടുതലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാ കേൾവി എന്ന് പറയുന്നത്. And the most important aspect of deliverance is hearing. കേൾവിയാണ് ഒരാത്മാവിനെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. And it's just the hearing that leads a person to salvation. അതുകൊണ്ട് പ്രിയരെ, ഇങ്ങനെയുള്ള യോഗങ്ങളിൽ നമ്മൾ മാത്രം വരാൻ ഉത്സാഹിക്കാതെ ഈ രക്ഷകനെ കുറിച്ച് വിശദമായി കേൾക്കാൻ ആവശ്യമുള്ള ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ദൈവമക്കൾ ഉത്സാഹിക്കണം. We should Praise try the to bring in Lord. people who have not heard about Jesus to these meetings. യഥാർത്ഥ രക്ഷയും യഥാർത്ഥ രക്ഷകനെയും തിരിച്ചറിയാതെ എത്രയോ ആത്മാക്കൾ ഈ പട്ടണത്തിൽ മലയാളികൾ തന്നെയുണ്ട്. There are a lot of people from Praise the India Lord. itself who have not heard about the true God or the true salvation. അവരെ കുറിച്ച് വലിയ ഭാരമുള്ള ഒരു സഭയായി പട്ടണത്തിൽ നിലകൊള്ളുവാനാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God wants us to have a burden for such kind of people. ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ കർത്താവിനു വേണ്ടി ജീവിക്കുന്നതിന്റെ പേരിൽ രക്തസാക്ഷി മരണം വരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാന്നുള്ള കാര്യം മറക്കരുത്. In Iraq there are a lot of Hallelujah. martyrs these days who are dying just because they believe in Christ. മറ്റുള്ളവരെ കൂടെ ഈ രക്ഷയിലേക്കും രക്ഷകനിലേക്കും നയിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമ്മെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. God has given us the responsibility to lead such people to the true salvation. അപ്പൊ ഇപ്പോൾ ഇവൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ രക്ഷപ്പെടുമെന്ന്. And now she's always saying that she would be healed. ഞാൻ രക്ഷപ്പെടും. I will be healed. ഇത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. And these are words of faith. അപ്പൊ യേശുവിനെ കുറിച്ച് കേട്ടു. And she heard about Jesus. കേൾവിയാൽ ഇവളിൽ വിശ്വാസം ജനിച്ചു. And by hearing, faith was born in her. കേട്ടു, അവൾ വിശ്വസിച്ചു. And she heard and then she believed. പക്ഷേ അവളുടെ വിശ്വാസം ശ്രദ്ധിച്ചേ. And if you look at her faith, അവളുടെ വിശ്വാസത്തിനകത്ത് അവള് തന്നെ ഒരു പ്രവൃത്തി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. and there is an action that she is demanding of herself in that faith. എന്താണ് അവൾ വിശ്വസിക്കുന്നത്? What is she believing? Or രക്ഷപ്പെടും രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ രക്ഷപ്പെടുമെന്നല്ല. it's not that just by saying that you will be healed it would happen. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഇങ്ങനെ ആയുസ് മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒരെണ്ണം രക്ഷപ്പെടത്തില്ല. And just by saying few Amen. words of praise, you won't be delivered in your entire lifetime. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. There is an action to every faith that you have. അവള് തന്നെ പറയുന്നു തൊട്ടാൽ രക്ഷപ്പെടും. And she herself is saying that if I touch, I'll be healed. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. And there is no life to the faith that has no action. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്കായി തയ്യാറാകണം. And we need to be ready to do actions of faith. കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു എന്ന് പ്രവൃത്തിയാൽ തെളിയിച്ചൊരു ഉപദേശിയാണ് ഞാൻ. Pastor experienced that in his life. ഒരു യാക്കോബ ബാക്ക്ഗ്രൗണ്ടുകാരിയായിരുന്ന എൻ്റെ അമ്മ സ്നാനത്തിലൂടെയാണ് പരസ്യമായി കർത്താവിനെ സാക്ഷിച്ചത്. And Pastor's mother, she was from the Orthodox background, and she experienced and she declared God during her baptism. സ്നാനം ഏതെങ്കിലും ഒരു പരമ്പരാഗത സഭയുടെ ഉപദേശമല്ല.
It is not a tradition to be baptized. സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്. It is a command of God to be baptized. വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ച ദൈവമക്കൾ And the children of God who were saved by their faith, വിശ്വാസത്തിന്റെ പ്രവൃത്തിയായ സ്നാനം പോലെയുള്ള കൽപ്പനകൾക്ക് തീരുമാനമെടുക്കണം. and they need to take decisions Amen. to do actions which are based on the faith that they have. അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവമക്കൾക്ക് കഴിയണം. And we need to glorify God that way. അപ്പോ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. And she always said that she would be delivered, she would be delivered. അവളുടെ വിശ്വാസത്തിനകത്ത് ഞാൻ പറഞ്ഞു ഒരു പ്രവൃത്തി അവൾ തന്നെ പറയുന്നുണ്ട്. And she's talking about action that she would do in her faith. പറഞ്ഞുകൊണ്ട് നടന്നാൽ രക്ഷപ്പെടുകയില്ലെന്ന് അവൾ പറയുന്നു, തൊട്ടാലേ രക്ഷപ്പെടൂ. She said that just by saying I won't be healed, rather I need to touch him to be healed. തൊടുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. And the action is to touch him. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉറക്കം വരാൻ സാധ്യതയുണ്ട്. There is a possibility that you would feel ഞാൻ മനസ്സിലാക്കുന്നത് ചില യോഗത്തിലിരുന്ന് ഉറങ്ങിയാൽ ആ യോഗം വലിയ അനുഗ്രഹമായിരിക്കും. And I believe that if certain people sleep in a meeting, that would be a blessed meeting. എനിക്ക് വേദപുസ്തകം കൈകാര്യം ചെയ്യാൻ ഞാൻ നിൽക്കുമ്പോൾ And when I use the word of God, എനിക്കും മനസ്സിലാകാത്ത കാര്യം ജനങ്ങൾക്കും മനസ്സിലാകാത്ത കാര്യം ഒരുപാട് ഒച്ച വെച്ച് പറഞ്ഞേച്ച് യോഗം അനുഗ്രഹമായിരുന്നെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു ഉപദേശിയാണ് ഞാൻ. and I won't be saying that it was a great blessing if no one understands what I said. ഇതെ തൊടുന്നത് തന്നെ ഭയപ്പെട്ട. I touch the word of God with fear. കാരണം കർത്താവ് ന്യായം വിധിക്കുന്നതും ദൈവവചനം വെച്ച. Because God judges based on the word of God. ഇതിനോട് 100% ദൈവദാസന്മാരും ദൈവസഭകളും കൂറു പുലർത്തിയേ മതിയാകൂ. And we need to follow it 100%. അതുകൊണ്ട് ദൈവവചനം നമ്മളൊന്ന് വിശദമായി വിശകലനം ചെയ്തു വരികയാണ്. And if we examine the word of God, തൊട്ടു എന്നുള്ളതാണ് അവളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി. her action of faith is to touch him. അതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. We need to understand that. യഹൂദ മതത്തിന്റെ നിയമം അനുസരിച്ച്, In the Jewish culture, യഹൂദ പാരമ്പര്യം അനുസരിച്ച്, in the culture of Jewish people, ഇങ്ങനെ രോഗമുള്ള ഒരാൾ such kind of a person who has this kind of a sickness, ആരെയും തൊടാൻ പാടില്ല. they are not supposed to touch anyone. ആരെയെങ്കിലും തൊട്ടാൽ, And if they touch someone, ആരെ തൊടുന്നോ ആ ആൾ അശുദ്ധനാകും. and the person whom that person touched becomes unclean. അപ്പൊ യഹൂദന്റെ മതഗ്രന്ഥമായ ന്യായപ്രമാണത്തിന്റെ നിയമം അനുസരിച്ച് തൊടുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. According to the Jewish laws, touching is an impossible Amen. thing for her to do. ദൈവമക്കൾ എന്നോടൊപ്പം ഈ വചനം ഒന്ന് ധ്യാനിക്കണം. Amen. Hallelujah. തൊട്ടാൽ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇവിടെ വിശ്വാസം. Her faith is that she would touch and she will be healed. പക്ഷെ തൊട്ടാൽ അശുദ്ധമാകുമെന്നുള്ളതാണ് ഇവളുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഇവളുടെ സഭയുടെ പഠിപ്പിക്കൽ. But her tradition Praise the Lord. and her temple says that she shouldn't be touching anyone. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. തൊട്ടാൽ രക്ഷപ്പെടുമെന്നുള്ളതാ എന്റെ വിശ്വാസം. Her belief was that she would touch and she would be healed. പക്ഷെ തൊടരുതെന്നുള്ളതാണ് എന്റെ സമുദായം പറയുന്നത്. But her culture says that she shouldn't be touching anyone. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തെയാണോ ഞാൻ ഫോളോ ചെയ്യേണ്ടത്? തൊടരുത് എന്ന് പഠിപ്പിക്കുന്ന പാരമ്പര്യത്തെയാണോ ഞാൻ പിന്തുടരേണ്ടത്? Should I follow my deliverance Praise the or Lord. should I be following the traditions of my church? ചിലരോട് നമ്മൾ എത്ര വചനം പറഞ്ഞാലും, Certain people, how much ever word of God we share with them, ചിലർ പറയുന്നത് പാസ്റ്ററേ ദൈവം എല്ലായിടത്തും ഉണ്ട്. certain people say that the God is everywhere. നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നതാ ശരി. It is good to be where we are. നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കരുത്. You shouldn't be standing where you are. ഇത്രേ തിരക്കുള്ള റോഡിൽ നടുക്കങ്ങ് കയറി നിന്നാലോ? In a busy road, if you stand in the middle of it, ഒരു സൈഡ് കാണത്തില്ല. one side of your body won't be there. ഒരല്പം ഒന്ന് മാറി നിൽക്കണം. You need to be a little away from it. നിൽക്കുന്നിടത്ത് നിൽക്കുന്നതല്ല ശരി. It's not right to be standing where you are. നിൽക്കേണ്ട ഇടത്ത് നിൽക്കുന്നതാണ് ശരി. You should be standing in the appropriate place. ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നതല്ല ശരി, ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നതാണ് ശരി.
Just by worshipping how you Stotram! do, it's not correct, but you need to worship God according to His scriptures. ശമര്യക്കാരിക്ക് നമ്മുടെ കർത്താവ് അതൊക്കെ തരംതിരിച്ച് പറയുന്നുണ്ട്. കുഞ്ഞെ, സത്യ നമസ്കാരികൾ ഏതെങ്കിലും സ്ഥലത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, അവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. True believers don't go give importance to a place, but they rather worship God in truth and spirit. അങ്ങനെയാണെങ്കിൽ ഇവളുടെ മുൻപിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. So then there is a big problem before this lady. ഇത് ഞാനൊരു ദൂതായി ദൈവമക്കളോട് പറയുകയാണ്. I'm giving this as a word of God to you all. ഇവൾക്ക് വേണ്ടത് വിടുതലാണ്. She wants deliverance, ഇവൾക്ക് വേണ്ടത് ജീവരക്ഷയാണ്. and she wants deliverance of her life. ഇവൾക്ക് വേണ്ടത് രക്ഷയാണ്. She wants deliverance in her life, പക്ഷേ തടസ്സമുണ്ട്. but there are obstacles before her. നിന്റെ വിടുതലിനെതിരെ ഒരു തടസ്സമുണ്ട് എന്ന ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. Through the scripture portion we understand that Amen. there is always obstacles to our deliverance. ഇന്ന് രാത്രി ഈ വചനത്താൽ ആ തടസ്സങ്ങളെ മറികടക്കുന്നവരാ വിടുതലോടെ മടങ്ങാൻ പോകുന്നത്. We need to overcome those obstacles Hallelujah. by the word of God, and then only you would be delivered. തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് എന്റെ വിശ്വാസം പറയുമ്പോ My faith says that by touching I will be healed. തൊടരുതെന്ന് എന്റെ പാരമ്പര്യം പറയുന്നു. My traditions say that I shouldn't be touching that person. അങ്ങനെയെങ്കിൽ ആത്മാക്കളുടെ വിടുതലിനെതിരെ, ദൈവജനത്തിന്റെ വിടുതലിനെതിരെ ഒരു പാരമ്പര്യ ശക്തി ഈ രാജ്യത്തും നിലവിലുണ്ടെന്നുള്ള സത്യം ആത്മഭാരമുള്ള ദൈവമക്കളെ മറന്നു പോകരുത്. We need to understand that there's a Glory, traditional power hallelujah. which is against the deliverance of God's people. പഴയ നിയമകാലം മുതലേ അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും തടസ്സങ്ങളുണ്ട്. From Old Testament time itself, there are obstacles to blessings. ആരാധനയ്ക്കായി പുറപ്പെട്ട ജനത്തിന്റെ മുൻപിൽ ചെങ്കടൽ ഒരു തടസ്സമായിരുന്നു. There was a Red Sea before Amen. people who went out to worship God. കനാനിലേക്ക് കയറാൻ വരുന്ന ഇസ്രായേലിന്റെ മുൻപിൽ യോർദാൻ ഒരു തടസ്സമായിരുന്നു. There was the Jordan River, which was an obstacle to the Israelites. എന്നാൽ നമുക്കറിയാം, തടസ്സങ്ങൾ കണ്ട് പിന്മാറിയ ജനത്തെ അല്ല നമ്മൾ കാണുന്നത്. ചെങ്കടലിൽ വഴി തുറന്ന് യോർദാനിൽ പാതവരുക്കി തടസ്സങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് കുതിക്കുന്ന ജനത്തെയാണ് നമ്മൾ കാണുന്നത്. But we don't see people of God who are afraid of this obstacle. Hallelujah. Rather, they go against it, and there is a way that's open in the Red Sea and River Jordan. നിന്റെ ഉയർച്ചയ്ക്കൊരു തടസ്സമുണ്ട്. And there are obstacles to you prospering. നമ്മുടെ തലമുറകളുടെ ശുഭഭാവിക്ക് ഒരു തടസ്സമുണ്ട്. There are obstacles for a good life of your children. ഇത് ടി.ഡി. വാവ് പാസ്റ്റർ ദൂതൊന്നുമല്ല, വചനമായി ഇന്ന് രാത്രി പറയുന്നത്. I am speaking the word of God. ഈ സ്ത്രീയുടെ വിടുതലിന് അവളുടെ പാരമ്പര്യം ഒരു തടസ്സമായി നിൽക്കുകയാ. For the deliverance of this lady, her traditions are an obstacle for her. അവൾ ഒരു കാര്യം തീരുമാനിച്ചു. But she decided one thing. എന്റെ വിടുതലിനെ തടയുന്ന, And the thing Amen. that is obstructing my deliverance, എന്റെ രക്ഷയെ തടയുന്ന, the thing that's obstructing my deliverance, എന്റെ ഉയർച്ചയെ തടയുന്ന and the things that are obstructing my prosper, പാരമ്പര്യം എനിക്ക് വേണ്ട. I don't need those traditions. എനിക്ക് എന്റെ രക്ഷകൻ മതി. I just need the one who would deliver me. രക്ഷകൻ സൗജന്യമായി നൽകുന്ന രക്ഷ മതി. I just want that free deliverance that comes from my deliverer. അവൾ തൊടാൻ തീരുമാനിച്ചു. And she decided to go ahead and touch him. കേട്ടു, പറഞ്ഞു. She heard and then she spoke. മൂന്നാമത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. And third is the action of faith. തടസ്സം മറികടന്ന് അവൾ പുരുഷാരത്തിനിടയിലൂടെ വരികയാ. And she Glory, got rid of all the hallelujah. obstacles that was there before her and was Amen. nearing Jesus. തടസ്സങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്ന ചിലരോട് നീ രാത്രി ഈ വചനത്തിലൂടെ പറയുക, നീ പുറകിൽ മാറി നിൽക്കാതെ രക്ഷകൻ വെളിപ്പെട്ട് നിൽക്കുന്നു. നീ ഒന്ന് അടുത്തേക്ക് ചെന്നാൽ നിനക്ക് വേണ്ടി പ്രവഹിക്കുന്ന ഒരു ശക്തി സ്രോതസ് If you are afraid of the അതിന് obstacles, നടുവിലുണ്ട്. if you are afraid of the obstacles that are before you, but you need to reach out and touch the God who is present here. തടസ്സങ്ങളെ അവഗണിച്ച് രക്ഷകന്റെ അടുത്തേക്ക് കുതിക്കാൻ ആത്മാവിൽ ആവേശമുള്ള എത്ര ആളുകൾ ഇന്ന് രാത്രി യോഗത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. You need to be excited and ignore all the obstacles that are there in front of you to stop touching you from Jesus. ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ പോലും നമുക്കൊരു പ്രോഗ്രാമിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. Such meetings are also becoming a program for us. 2 3
ദിവസത്തെ മീറ്റിങ്ങുകൾ വെക്കുന്നു, ഒരു പ്രസംഗകനെ വിളിക്കുന്നു, പ്രസംഗകൻ പ്രസംഗം കഴിഞ്ഞ് മടങ്ങുന്നു. We keep 2-3 days Oh, meeting, hallelujah. call a preacher, he preaches and he goes back. പ്രിയപ്പെട്ടവരെ, ഏതൊരു യോഗത്തിൽ വന്നാലും നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ആ യോഗത്തിലുണ്ടെങ്കിൽ, അവൻ രക്ഷിക്കുന്നവനാണെങ്കിൽ, അവൻ വിടിവിക്കുന്നവനാണെങ്കിൽ, അത് അനുഭവിക്കാതെ നമ്മൾ മടങ്ങാൻ പാടില്ല. Whatever meeting we go to, we need to Glory, experience hallelujah. the God whom we are worshipping. കേട്ടു, പറഞ്ഞു, തൊട്ടു. She heard, she spoke, and then she touched. ഇനി അറിയേണ്ടത് ഇതിന്റെ റിസൾട്ടാ. And now we need to understand what resulted out of this. കേട്ടതിന്റെ റിസൾട്ട്, And the result of what she heard. പറഞ്ഞതിന്റെ റിസൾട്ട്, The result of what she spoke. തൊട്ടതിന്റെ റിസൾട്ട്. And the result of her touching him. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? What's written over there? ക്ഷണത്തിൽ Immediately, അവളുടെ രക്തസ്രവം നിന്നു. her bleeding stopped. ഈ രക്ഷകന്റെ പ്രത്യേകത അതാ. And that is the peculiarity of our Savior. അവൻ എന്റെ വിടുതലിന് അവധി വെക്കുന്നവനല്ല. He doesn't keep a gap for your healing. അവൻ എന്റെ രക്ഷയ്ക്ക് അവധി വെക്കുന്നവനല്ല. He doesn't keep a time frame for your healing. ക്ഷണത്തിൽ വിടുതൽ എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? Immediately the healing came. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്ന എത്ര പേര് ഈ യോഗത്തിൽ ഇരിപ്പുണ്ട്? How many of you believe that tonight? നാളത്തെ യോഗത്തിൽ നിനക്കൊരു വിടുതലുണ്ടെന്നുള്ളതല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. This word doesn't mean Amen. that there is healing for you tomorrow. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സമയം മാറ്റിവെക്കാതെ ക്ഷണത്തിൽ നിന്നെ വിടുവിക്കാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. Our God who is able to heal you immediately has revealed himself here this night. അവളിൽ ദൈവശക്തി വ്യാപരിച്ചു. And the power of God went through her. ബാധ മാറി അവൾ സ്വസ്ഥയായി. And she was freed from her suffering. നാലാമത്തെ പദം അറിഞ്ഞു എന്ന പദമാണ്. And the fourth thing is that she felt it. അവൾ അറിഞ്ഞത് എന്തുവാ? What did she experience? അവൾ എന്താണോ പറഞ്ഞത് അതാ അവൾ അറിഞ്ഞത്. What she said, she experienced it in her life. എന്താണ് അവൾ പറഞ്ഞത്? What did she say? ഞാൻ രക്ഷപ്പെടുമെന്നാ പറഞ്ഞത്. She said that I will be delivered. കണ്ടോ, രക്ഷപ്പെടുമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ അത് ശരീരത്തിൽ അനുഭവിച്ചറിയുകയാ. And the lady who said that she would experience it is truly experiencing it in her body. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രഭാഷണങ്ങളോ പ്രസംഗ പരമ്പരകളോ അല്ല, അനുഭവങ്ങളാണെന്നുള്ള കാര്യം മറക്കണ്ട. The difference of Christianity is not the preaching that happens, but it's the experience that we feel. ഈ രക്ഷകനെ ശരീരാത്മദേഹികളിൽ അനുഭവിച്ചറിയാൻ കൊതിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി യോഗത്തിലുണ്ട്? How many of you want to experience that presence in your body this night? അവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. And she felt that in her body. ആ രോഗത്തിന്റെ പിൻപിൽ ഒരു ബാധയായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. We read that there was a bondage behind the thing that she was suffering from. ഈ വൈദ്യന്മാർക്ക് ഈ കേസ് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയതിന്റെ പ്രധാന കാരണം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. And the most important reasons why the physicians couldn't heal her is this. കാരണം എക്സ്റേയിലോ സ്കാനിങ്ങിലോ ഒന്നും അന്ന് ഇതില്ലെങ്കിൽ പോലും ഞാൻ കാലികമായി പറയുകയാണ്, ഒരു രോഗത്തിന്റെ പിൻപിൽ ബാധയാണെങ്കിൽ അതൊരിക്കലും എക്സ്റേക്കകത്ത് തെളിയത്തില്ല. If there's a bondage behind a sickness, those things won't be revealed in an MRI or an X-ray. അതുകൊണ്ടാണ് സ്കാൻ ചെയ്തിട്ടും MRI സ്കാൻ ചെയ്തിട്ടും രോഗകാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷെ ആളൊരു നിത്യരോഗിയെ പോലെ ജീവിക്കുന്നു. This person couldn't understand what she was suffering, but she was an eternal sufferer. ഇവിടുത്തെ ആധുനിക മെഷീനുകൾ ഉപയോഗിച്ച് പരിശോധിച്ചാലും ഒരുപക്ഷെ ചില രോഗകാരണങ്ങൾ തെളിഞ്ഞെന്ന് വരില്ല. Even if you use the Amen. most advanced equipments in this world, you won't be able to recognize what your problem is. എന്നാൽ ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ നിന്നെ അലട്ടുന്ന പ്രശ്നത്തിന്റെ കാരണം അവൻ അറിയാം. But our God who is revealed over here knows the reason of your sickness and your problem. യഥാർത്ഥ കാരണം അറിയാവുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. And the one who knows the true reason of your suffering is present here. അവന്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കട്ടെ ഇന്ന് രാത്രി. Let the power of His Spirit be experienced in our body. ഉച്ചി മുതൽ ഉള്ളക്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇന്ന് From the രാത്രി. top of our head to the sole of our feet, let us experience that. ആമേൻ, ആമേൻ, Hallelujah. ആമേൻ. Praise you, Lord. വചനത്തിന്റെ ശക്തി The power of- വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Amen. Let's stand up in the presence of God. Hallelujah. Praise the Lord, 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 Hallelujah. praise the Lord. Hallelujah.
ഒറ്റ വാക്കൂടെ പറഞ്ഞു നിർത്തട്ടെ, ഞാൻ ഇടയ്ക്കുള്ള ഭാഗം കട്ട് ചെയ്യുകയാണ്. ഒറ്റ വാക്ക്. Let me just say one more thing. യേശു ചോദിച്ചു തൊട്ടതാരാണ്. And Jesus asked, who touched me? ശരിക്കും പറഞ്ഞാൽ കർത്താവിന് ചേരാത്തൊരു ചോദ്യമാണ്. And that's the question that Jesus shouldn't have been asking. കർത്താവിന് അറിയില്ല തൊട്ടതാരാണ്. Jesus exactly knew who touched him. പിന്നെന്തിനാ യേശു തൊട്ടതാരാന്ന് ചോദിച്ചത്? Then why did he ask who touched me? കടലിൽ കിടന്ന മീന്റെ വായിലെ കാശ് കാണാൻ എന്റെ കർത്താവിന്റെ കണ്ണിന് കഴിയുമെങ്കിൽ, Jesus knew about the coin that was there in the mouth of a fish in the sea. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാളെ വന്ന് തൊട്ടേച്ച് പോയാൽ അവൻ അറിയത്തില്ലേ? Won't he realize who touched him then? പിന്നെ എന്തിനാ തൊട്ടതാരാന്ന് ചോദിച്ചത്? Then why did he ask who touched me? ഈ ചോദ്യം കയറി ഏറ്റത് ശിഷ്യന്മാരാ. And this question, the disciples started thinking about it. ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ പഠിച്ചിടത്തോളം, And how much ever I have learned about the disciples, ആരുടെയും വിടുതലിന് ഇവർ സപ്പോർട്ടല്ല. they were not supportive to any healings that would happen. അത് നിങ്ങൾ തിരുവെഴുത്ത് പഠിച്ചു നോക്കൂ. If you just learn the scriptures, ഒരു സ്ത്രീ, കനാന്യ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് വന്നപ്പോ there was a lady who came to Jesus, ശിഷ്യന്മാർ യേശുവിനോട് പോയി പറഞ്ഞു, കർത്താവേ അവളെ അങ്ങ് പറഞ്ഞയക്കണമെന്ന്. and the disciples told Jesus to just send her away. അവർക്ക് ശിഷ്യന്മാരെ പ്രത്യേകം അവർക്ക് ശാന്തമായിട്ട് ആരാധിക്കണം. And the disciples always wanted to worship God silently. അവർക്ക് ഈ ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഇഷ്ടമല്ല. They didn't like all the sound or noise over there. അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ ഒച്ചത്തിൽ ഒരു അല്ലേലിയ പറഞ്ഞാൽ ആളുകൾ തിരിഞ്ഞു നോക്കും, ആരാടാ ഇത്, ഞങ്ങളെല്ലാം ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ആരാടാ ഈ ഒച്ച വെക്കുന്നതെന്ന്. And these days when we say a loud hallelujah, people turn around and see who said that. നമ്മുടെ സഭകളൊക്കെ ഇന്ന് ആ സ്റ്റേജിൽ എത്തി നിൽക്കുക. Our churches have reached to that kind of a situation. കർത്താവ് അന്വേഷിച്ചതിന് പല കാരണങ്ങളുണ്ട്. And there were many reasons why Jesus wanted to know who touched him. അത് വ്യക്തമാക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. I'm not taking time to describe more about that. എന്നാൽ കർത്താവ് അതിന് ഉത്തരമായി ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം നമ്മൾ വായിക്കുന്നു. But there is an answer that Jesus gave to that question to his disciples. ശിഷ്യന്മാർ പറഞ്ഞു, ഇത്രേ ആൾത്തിരക്കുള്ളിടത്ത് തൊട്ടതാരാന്ന് ചോദിച്ചാൽ ആ ചോദ്യം അവർ അനാവശ്യമായ ചോദ്യമാണെന്നാ ശിഷ്യന്മാർ പറഞ്ഞു. ആരൊക്കെ തൊട്ട് കാണും, മുട്ടിക്കാണും. And the disciples said that many people could have touched you. എന്നാൽ യേശു പറഞ്ഞ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? But do you know what Jesus answered? എന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. Jesus said that there's a power that departed out of me. അപ്പോ തടസ്സങ്ങളെ വകവയ്ക്കാതെ, And she ignored all the obstacles in front of her. ഇവളുടെ വിടുതലിന് ഒരു തടസ്സമുണ്ടായിട്ടും There was an obstacle for her healing, ആവശ്യബോധത്തോടെ, but she had a need. വിശ്വാസത്തോടെ And by faith, അടുത്തു ചെന്നവൾക്ക് വേണ്ടി, and she went close to him. നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആ ഭാഗം വായിച്ചാൽ. You might wonder about this, how it happened. എണ്ണാൻ പറ്റാത്ത പുരുഷാരം അവിടെയുണ്ട്. There was a big crowd over there. എന്നാൽ യേശുവിന്റെ ശക്തി ഒരാൾക്ക് വേണ്ടിയാ വ്യാപരിച്ചത്, മറക്കരുത്. But the power of God worked for one person. അപ്പൊ ഏതാൾക്കൂട്ടത്തിന് നടുവിലും ആവശ്യക്കാരെ തിരിച്ചറിയുന്ന എന്റെ രക്ഷകന്റെ ആ വലിയ കൃപ, Whatever big the crowd may be, God knows who needs his power. Oh, hallelujah. Hallelujah. ഇന്ന് രാത്രി ഒരു ചൈതന്യം ഏറ്റെടുത്ത് മടങ്ങാൻ കൊതിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങട്ടെ. Let's praise God and experience that in our life. ആമേൻ. ആരാധനയോടെ ദൈവമക്കൾ എഴുന്നേറ്റ് നിന്നാട്ടെ. Let's all stand up by praising God. സ്തുതിയോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. Let's stand up by praising God. ആദരങ്ങൾ ചലിപ്പിച്ച് ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താൽ. Let's open our mouth and start praising God. എന്നോട് ദൈവം സംസാരിച്ചെന്ന് ഉറപ്പുള്ളവർ, And if you really believe that God spoke to you, രാത്രി ദൈവം തന്റെ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടെന്ന് ഹൃദ്യമായി പറയാൻ കഴിയുന്നവർ, and if you can truly say that God dealt with me this night, ആദരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. let's open our mouth and start praising God. എനിക്കൊരു ജീവനിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. I want to get back to that life. ജീവനുള്ള ആരാധനയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. I want to get back to that worship that's lively. ജീവനുള്ള ശുശ്രൂഷയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. I want to get back into a ministry that has life in it. ഉഗ്രബാല ഹംസപര പ്രവദിന ചസരാധനായ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. Hallelujah. Yes. Hallelujah. Oh, hallelujah. Amen. Hallelujah. ആത്മാവിലും ശരീരത്തിലും ഇന്ന് രാത്രി കേട്ട വചനം പോലെ പണമുണ്ട് മാസ്റ്ററെ, പണമുണ്ട്. ആ സ്ത്രീയോട് ചോദിച്ചാൽ അവളും പറയും ഒരുപാട് മുതലുണ്ടായിരുന്നു, പക്ഷെ എന്തോ അപ്രയോജനം, തകർന്ന മനസ്സാ, The lady would say, I ബലമില്ലാത്തൊരു ശരീരമാ. have a weak body. ജീസസ്, ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു, I
I എന്റെ realize this സ്വത്തോ സൗകര്യങ്ങളോ എന്നിൽ ജീവൻ തരത്തില്ല. my wealth won't give me life. അത് ജീവിപ്പിക്കുന്നവന് മാത്രമേ കഴിയൂ. And it's only a God who can give me life. ക്ഷണത്തിൽ അവൾ സൗഖ്യമായെന്ന് പറഞ്ഞാൽ എന്താ പ്രിയരെ എന്റെ മറ്റൊരർത്ഥം? What does it mean that immediately she was healed? നഷ്ടപ്പെട്ട രക്തം ഒരു സെക്കൻഡ് കൊണ്ട് അവളുടെ ശരീരത്തിൽ മടക്കി കിട്ടിയെന്നല്ലേ? All the blood that she lost, she received it in a minute. Hallelujah. വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപ്രവൃത്തി നടക്കുക. ഇതിനകത്ത് ദൈവപ്രവൃത്തി നടക്കുകയാ. വിടുതൽ വെളിപ്പെടട്ടെ. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ. ഉത്രപശന്തരാജകസിയ രക്തോദകസിയാരായ. Yes, yes.